കുടുംബത്തോടൊപ്പം ആഘോഷിക്കൂ. സമ്മാനങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങൂ. എല്ലാ ആഴ്ചയിലും വിജയികളെ തെരഞ്ഞെടുക്കുന്നു. ഈ ഓണം ആഘോഷം സാമിയയോടൊപ്പം. സാമിയ വെഡ്ഡിംഗ് പാലസ്, മണ്ണാർക്കാട്, ചെർപ്പുളശ്ശേരി, അലനല്ലൂർ, പട്ടാമ്പി. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥയ്ക്ക് നാളെ പട്ടാമ്പിയിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകും. ജില്ലാ അതിർത്തിയായ വിളിയൂരിൽ നിന്നുമാണ് ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിച്ചാനയിക്കുന്നതെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന ഡിവൈഎഫ്ഐ 16ാമത് സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥയ്ക്കാണ് നാളെ പട്ടാമ്പിയിൽ സ്വീകരണം നൽകുക. കണ്ണൂരിലെ കൂത്തുപറമ്പിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ നാളെ രാവിലെ 10 മണിയോടെ ജില്ലാതിർത്തിയായ വിളിയൂരിൽ നിന്നും ജില്ലയിലേക്ക് സ്വീകരിച്ചാനയിക്കും. തുടർന്ന് ജില്ലയിലെ പ്രധാന സ്വീകരണ കേന്ദ്രങ്ങളൊന്നായ പട്ടാമ്പിയിൽ ഊഷ്മളമായ വരവേൽപ്പാണ് ജാഥയ്ക്ക് നൽകുക എന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥ നാളെ 10 മണിയോടുകൂടിയാണ് പുലാമന്തോൾ പാലം വഴി വിളയൂരിലേക്ക് കടക്കുന്നത്, നമ്മുടെ ജില്ലയിലേക്ക് കടക്കുന്നത്. ജില്ലയിൽ പ്രധാനമായും 3 സ്വീകരണങ്ങളാണുള്ളത്. അതിൽ ആദ്യ സ്വീകരണം വിളയൂരിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടും. അവിടെ ഹാരാർപ്പണവും സ്വീകരണവും കഴിഞ്ഞതിന് ശേഷം ബൈക്ക് റാലിയായി ജാഥ പട്ടാമ്പിയിൽ എത്തിച്ചേരും. പട്ടാമ്പിയിലാണ് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്വീകരണ കേന്ദ്രം എന്ന് പറയുന്നത്. പട്ടാമ്പിയിലെ സ്വീകരണം 11 മണിയോടുകൂടി നമ്മുടെ നക്ഷത്ര ഹോട്ടലിന്റെ തൊട്ടടുത്തുള്ള ഭാഗത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെടും. സ്വീകരണത്തിന് ശേഷം പിന്നീട് 3 മണിക്കാണ് കൂറ്റനാട്ടെ സ്വീകരണം ഉള്ളത്. അപ്പോൾ പട്ടാമ്പിയിലെ സ്വീകരണത്തിന് ശേഷം ഉച്ചഭക്ഷണം കഴിഞ്ഞ് ബൈക്ക് റാലിയായി ജാഥ കൂറ്റനാട്ടേക്ക് പോകും. കൂറ്റനാട്ട് ഇതുപോലെ സ്വീകരണം സംഘടിപ്പിക്കപ്പെടും. ഡിവൈഎഫ്ഐ ഈ നാടിന്റെ വെളിപ്പുറത്തുള്ള ഒരു സംഘടനയാണ്. രക്തം നൽകാനും അതുപോലെ തന്നെ ഭക്ഷണപ്പൊതികളുമായും ഒക്കെ ജനങ്ങൾക്കിടയിൽ എല്ലാ നിലയിലുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്ന സംഘടനയാണ്. ഞങ്ങളുടെ സംഘടനയുടെ കുറവുകൾ, പോരായ്മകൾ ഒക്കെ പരിഹരിക്കാൻ, മികവുകൾ കൂടുതൽ മികവുറ്റതാക്കാൻ ഒക്കെ അന്വേഷണം നടത്തുന്ന, അഭിപ്രായ സ്വരൂപണം നടത്തുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർത്തുന്ന പതാക. ആർ അരുൺ ബാബു ക്യാപ്റ്റനായുള്ള പതാക ജാഥയാണ് പട്ടാമ്പിയിൽ എത്തിച്ചേരുന്നത്. മേലെപ്പട്ടാമ്പി നക്ഷത്ര ഹോട്ടലിന് പരിസരത്താണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. സ്വീകരണ യോഗത്തിൽ ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി തയ്യാറാക്കിയ സുവനീർ യങ് ഇന്ത്യയുടെ പ്രകാശനവും നടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ സമ്മേളനം നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും എല്ലാ സ്ഥിതിഗതികളും വിലയിരുത്തും. പരീക്ഷാ പേപ്പർ ചോർത്ത, രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള തുടങ്ങിയ കാര്യങ്ങൾ. കേരളത്തിലാണെങ്കിൽ UDF-ന്റെ ഗവൺമെന്റ് അടിമുടി കാവ്യവൽക്കരിക്കപ്പെട്ടു. സാധാരണക്കാരും പാവപ്പെട്ടവരായി ആൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നിർത്തലാക്കുക. അതുപോലെ തന്നെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ആരോഗ്യ മേഖലക്ക് തവിട് പൊടിയാക്കുകയാണ്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നതിനും അതിൽ ഇടപെടുന്നതിനും ആവശ്യമായ സമരങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുന്നതിനും ഒക്കെയാണ് ഈ സമ്മേളനം. ആ നിലയ്ക്കൊക്കെ ഈ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ മഹത്തായ സമ്മേളനത്തിന്റെ നഗറിൽ ഉയർത്താനുള്ള പതാക കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും കൊണ്ടുവരികയാണ്. അത് നാളെ കാലത്ത് 10:30 മണിക്ക് നമ്മുടെ ജില്ലാതിർത്തിയായ വിളയൂരിൽ എത്തുകയാണ്. സംസ്ഥാനത്തെയും രാജ്യത്തെയും നിലവിലെ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗമായ M ബിജിനാണ് ജാഥ മാനേജർ. LG ലിജീഷ്, R ശ്യാമള എന്നിവർ ജാഥ അംഗങ്ങളാണ്. വാർത്താ സമ്മേളനത്തിൽ സംഘടന സമിതി ചെയർമാൻ T ഗോപാലകൃഷ്ണൻ, ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി N നീരജ്, സഹസംഘം കൺവീനർ PR രജീഷ്, KP മുഹമ്മദ് ഹാസിർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.